അതുകൊണ്ട് ആണുങ്ങളെ പെണ്ണുങ്ങളോട് പറയാൻ കാരണം അവർ വല്ലാതെ ആക്ഷിഫത്തുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കാരാണ്. അമ്മായിമ്മ മരോക്ക് കൊടുക്കും, മരോൾ അമ്മായിമ്മക്ക് കൊടുക്കും, ജ്യേഷ്ഠ അനുജന് കൊടുക്കുന്നുണ്ട്, അനുജൻ ജ്യേഷ്ഠന് കൊടുക്കുന്നുണ്ട്, ഒരു എളാമ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ച ഉമ്മയാണ്. ആ മക്കൾക്ക് ആ ഉമ്മയാണ് എന്ന വലിയ സ്നേഹമുള്ളൊരു ഉമ്മയാണ്. പക്ഷെ ഉമ്മക്ക് തിരിച്ച് വാപ്പയുടെ ആദ്യ പെണ്ണ് മരിച്ചുപോയി. അതിലുണ്ടായ മക്കളോടുള്ള ദേഷ്യം കൊണ്ട് അവർ ദുന്യാവിലും ഇവിടെ നാട്ടിലും ഗൾഫിലും എവിടെയും പോകരുത്, തെണ്ടിത്തിരിഞ്ഞ് നടക്കണം എന്നൊരാഗ്രഹവും വെച്ച് പച്ചയായ സിഹ്ർ ചെയ്യുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഇതൊരു ഉദാഹരണം. എത്രയോ ഉദാഹരണങ്ങൾ എനിക്കറിയുന്നു. പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കാൻ. അറിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്താ ഇതൊക്കെ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ? നമ്മളെയാണോ മുസ്ലിമീങ്ങൾ എന്ന് പറയാം? ഇതാണോ ഇസ്ലാം? അസൂയ വെക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. അസൂയ വെക്കുന്നവരുടെ അസൂയയിൽ നിന്ന് റബ്ബേ നീ കാവൽ തരയണമേ എന്ന് അള്ളാഹു ദുആരക്കാൻ പറഞ്ഞിരിക്കാൻ. ഇതുപോലെയുള്ള പൈശാചിക പണികൾ ചെയ്തിട്ട് ഉപദ്രവം ഉണ്ടായിട്ട് ഞെളിഞ്ഞു നടക്കുക. കാണിച്ചത് കണ്ടില്ലേ? ഇവരെന്താ പറയുന്നറിയോ? ഞാൻ കാണിച്ചു കൊടുക്കാം, എന്നാ ഞാൻ കാണിച്ചുതരാം, നിന്റെ കുട്ടികളുടെ 6 മാസം കൊണ്ട് നാട്ടിലെത്തും, ഞാൻ കാണിച്ചുതരാം. ഇത് വളരെ കറാമത്തല്ല, പച്ച സിഹ്ർ ചെയ്യലാണിത്. ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എങ്ങനെയുണ്ടെന്നറിയോ? നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടാ? കഴിഞ്ഞു, കഥ തീർന്നു ഇവിടെ. ഇനി ഉള്ളിലേക്ക് വരണമെങ്കിൽ പ്രായപൂർത്തിയായത് മുതൽ ചെയ്ത മുഴുവൻ നിസ്കാരവും ഖളാ വീട്ടേണ്ടി വരും. അറിയോ നിങ്ങൾക്ക്? പ്രായപൂർത്തിയായയുടെ മുതലുള്ള മുഴുവൻ നോമ്പ് ഖളാ വീട്ടേണ്ടി വരും. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പണികൾ ചെയ്യുകയാണെങ്കിൽ റിദ്ദത്ത് വരും. ഇസ്ലാം എന്ന് പുറത്തു പോകും. തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇത് ഹലാലാണെന്നും ഇത് പറ്റൂന്നും ഇതിന് കുഴപ്പമില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഇസ്ലാം എന്ന് പുറത്താണ്. ചെയ്തു പോയ തെറ്റ്, ആ തെറ്റിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. ഇത് തെറ്റാണെന്നറിയാം, ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നാലും ഞാൻ ചെയ്യും. അള്ളാഹുവിന്റെ ശരീഅത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ, അതിന് പുറപ്പെടുന്നതും അതിന് കാശ് കൊടുക്കുന്നതുമെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുർത്തദ്ദായി പോകും. പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അവനവന്റെ തടിക്ക് സുഖത്തിനല്ല ഇത് ചെയ്യുന്നത്. മറ്റുള്ളവർ അടങ്ങേറാവണം, മറ്റുള്ളവർ ബുദ്ധിമുട്ടണം, ഇതിനു വേണ്ടി ചെയ്യുന്ന പണിയാണിത്. ഇതിനൊക്കെ ചികിത്സ റുഖയ്യകളാണ്. റുഖയ്യ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ വന്ന ആയാത്തു ശിഫ, ശിഫാഇന്റെ ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ രോഗിക്ക് ഓതി കൊടുക്കലാണ്. അതിന് ശുദ്ധമായി കാശ് മോഹിക്കാതെ, പൈസ മോഹിക്കാതെ, ദുന്യാവ് ആഗ്രഹിക്കാതെ മുഅ്മിനീങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുക എന്ന ഒരൊറ്റ നിയ്യത്തോടുകൂടെ ചെയ്യുന്ന മഹാന്മാർ, അത്തരം ആളുകൾ കണ്ടുകിട്ടാൻ പ്രയാസവുമാണ്. അതുകൊണ്ട് ഈ രംഗത്ത് ഒരുപാട് കള്ളത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും. ഞാൻ മാറ്റിത്തരാം 1 ലക്ഷം ചെലവ്, ഞാൻ മാറ്റിത്തരാം 50,000 വേണം, ഞാൻ മാറ്റിത്തരാം എനിക്ക് 60,000 വേണം. ഇങ്ങനെ പൈസ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകൾ, അവരുടെ കരങ്ങളിൽ അള്ളാഹു ശിഫ കൊടുക്കൂല. അത് വഞ്ചകരാണ്. അതുകൊണ്ടൊരു നല്ല മനുഷ്യനെ കണ്ടുകിട്ടാനും പണിയായിരിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സംരക്ഷണം കിട്ടാൻ നമുക്ക് സംരക്ഷണത്തിന്റെ വലയം മിനിമം 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഓതണം. മുഴുവനായിട്ട് സൂറത്തുൽ ബഖറ. അതിനോളം ശക്തമായ പ്രൊട്ടക്ഷൻ, സിഹ്റിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ വേറെ ആയത്തുകൾക്കില്ല. പിന്നെ ആയത്തുൽ കുർസിയാണ്. ധാരാളം വർദ്ധിപ്പിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. സംസം കുടിക്കുന്നത്, അജ്വയുടെ ഈത്തപ്പഴം 7 എണ്ണം രാവിലെ കഴിച്ചാൽ ആ ദിവസം ആ മനുഷ്യന് സിഹ്റോ അതുപോലെ തന്നെ പോയിസണോ വിഷമോ ഏൽക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്വ ഈത്തപ്പഴം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും അതിന് കാശുണ്ടായിക്കൊള്ളുന്നില്ല. അത് 7 എണ്ണം രാവിലെ കഴിച്ചാൽ അന്നത്തെ 24 മണിക്കൂറിന് കിട്ടുന്ന പ്രൊട്ടക്ഷനാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ ദിവസം അവർക്ക് സിഹ്റോ വിഷമോ ഏൽക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്തോളൂ, ഖുർആനെ മുറുകെ പിടിച്ചോളൂ, ഖുർആൻ കൂടെ കൊണ്ട് നടക്കുക. മഹദിയായ ശിഫാ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. വകാനത് ഇംറഅതൻ റാഖിയ, അവരെ റുഖിയ ചെയ്യുന്ന പെണ്ണായിരുന്നു. എന്നിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ ഫഅറദത് റുഖാഹ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു ഹത്താ യൻദുറ ഫീഹാ വയസവ്വിബഹാ. താൻ ചെയ്യുന്ന ഈ ചികിത്സ, ഖുർആൻ കൊണ്ട് ചെയ്യുന്ന ചികിത്സ ശരിയാണോ, അതിലെന്തെങ്കിലും പിഴവുണ്ടോ നബിയെ എന്ന് നബി തങ്ങൾ ഇന്ന് കണ്ടുപഠിക്കാൻ മഹദി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു കൊടുത്തു. നബിയെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആളുകൾ സിഹ്റേറ്റ് കൊണ്ടോ കണ്ണേറ് കൊണ്ടോ രോഗം കൊണ്ടോ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഈ ആയത്തുകളും ഈ ദുആയൊക്കെയാണ് ഓതുന്നത് എന്ന് നബി തങ്ങളുടെ പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് ഇജാസത്ത് കൊടുത്തു. നിങ്ങളിത് ചെയ്തോളൂ, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. എന്നിട്ട് നബി നിങ്ങൾ പറഞ്ഞു, അല്ലിമീഹാ ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹാ,
എൻ്റെ ഭാര്യയായ ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവിക്ക് ഷിഫ ബീവി നിങ്ങൾ ഈ റുഖയൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ, ഈ മന്ത്രിച്ചു ഓതുന്നത് എന്ന് നബി തങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വിഷയമാണ്. എന്നാലും ഒരു പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വിശദമായി അവരും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തോളും. ഷിഫ ബീവിയോട് പറഞ്ഞു, ഹഫ്സ ബീവിക്ക് എങ്ങനെയാണ് റുഖയ ചെയ്യേണ്ടത് എന്ന് ഷിഫ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് ഹഫ്സ ബീവിക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ, അവർക്ക് തന്നെയാണ് എഴുത്തും വായനയും പഠിപ്പിക്കണമേ എന്നും നബി തങ്ങൾ ഷിഫ ബീവിയോട് പറഞ്ഞത് റളിയല്ലാഹു തആല അൻഹ. അത്രയും പ്രാവീണ്യമുള്ള പ്രതിഭകളായ വനിതകൾ, ഉമ്മമാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം. നമുക്ക് എത്രയോ ഉമ്മമാരുണ്ടല്ലോ, വലിയ വലിയ ഉമ്മൂമ്മമാർ, വല്യമ്മമാർ. അവർ പറയില്ലേ, വല്യമ്മ ഊതി തന്നാൽ കണ്ണേറിന് ഭയങ്കര ശിഫയാണ്. വല്യമ്മ ഒരു റുഖയ ചെയ്താൽ ആ അസുഖങ്ങൾ പോകും, കണ്ണേറ് കൊണ്ടെങ്കിൽ പോയി പോകും. വല്യമ്മ അങ്ങനെയാണ്, വല്യപ്പ അങ്ങനെയാണ്. എന്റെ കാരണം എന്നറിയോ, അവർ അള്ളാഹുവിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാവും. അവർക്ക് ഈ വാട്സപ്പും ഫേസ്ബുക്കും നോക്കാനൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ കഥ പറയായിരുന്നു, ഒരു കോമഡി വന്നത്, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഉറക്കം തന്നെയാണ് ഉറക്കം, എപ്പോഴും ഉറക്കമാണ് ഡോക്ടറെ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഒരാളുടെ അസുഖം വന്നതാ, എപ്പോഴും ഉറക്കം, രാവിലെ ഉറക്ക്, വൈകുന്നേരം ഉറക്ക്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഏത് മൊബൈലാണ് ഉപയോഗിക്കണത്? അപ്പോൾ 3310 പണ്ട് നോക്കിയൻ്റെ കട്ട ഫോണാണ് ഉപയോഗിക്കണത്. പിന്നെ ഫോൺ അടിയന്തരമായിട്ട് മാറ്റാം, നല്ല സ്മാർട്ട് ഫോണും അതിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്താലേ ഉറക്കണം വരൂല. അതന്നെ അതിന് പരിഹാരം എന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സംഗതി കോമഡി ആണെങ്കിലും നമുക്കിപ്പോൾ ഉറങ്ങാൻ നേരമുണ്ട് ഫേസ്ബുക്കും ഇതൊക്കെ നോക്കി തീർന്നിട്ട്. ഉറങ്ങുമ്പോൾ സമാധാനം വല്ലതും ഉണ്ടോ? ലോകത്തെ സർവ്വ ന്യൂസും തലയിൽ കയറ്റി എങ്ങനെ ഉറങ്ങാൻ പറ്റുക? നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മൊബൈലിൽ വരും. ഇതൊക്കെ നോക്കാൻ നിന്നാൽ മനുഷ്യന് മരിക്കാൻ നേരം കിട്ടും. അപ്പൊ നമ്മുടെ സമയം നമ്മളറിയാതെ സമയം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർ ഇത് അങ്ങനത്തെ ഉള്ള കഥയൊന്നും ആയിക്കൊള്ളുന്നില്ല, പക്ഷേ അതിലൊരു പൊരുൾ കിടക്കുന്നുണ്ട് അല്ലേ? ശരിക്കും മര്യാദക്ക് ഉറങ്ങിയിരുന്ന ആൾക്കാർ ഇപ്പോൾ ഉറങ്ങാതായത്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഉറക്കം തിരിച്ച് എന്താ സംഭവം, ഉമ്മാനോട് ഉറങ്ങാന്ന് പോയി പറഞ്ഞ് മൊബൈൽ കണ്ടിരിക്കാരെ, പിന്നെ രാവിലെ എണീക്കാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? അവർക്ക് അവിടുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? സമയവും ശ്രദ്ധയും ഒക്കെ ചിതറിപ്പോവല്ലേ? അതുകൊണ്ട് നമ്മുടെ സമയം ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം വിശുദ്ധമായ ഖുർആനും അദ്കാറുകളും ഓതിക്കോളി. അതൊന്നും പറഞ്ഞുതരാനും പാടില്ല, അതൊന്നും ചെയ്യാനും ആളില്ല. അതുകൊണ്ട് അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ നാവ് ദിക്ർ കൊണ്ട് നനയണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതാൻ സമയമല്ല, ബാക്കി സർവ്വ പത്രങ്ങളും വായിക്കുന്നുണ്ട്, സർവ്വ വാട്സപ്പ് ഗ്രൂപ്പിലും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പേജ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം ഓതാൻ പറ്റണില്ല. നമ്മളെക്കാട്ടും പരാജയപ്പെട്ടവർ പിന്നെ ആരാണ്? ഇതിനും വലിയൊരു ഷഖാ ഉണ്ടോ? അതേ മൊബൈലിൽ ഖുർആൻ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഒന്ന് ഓതിയാൽ മതി. ഒരു പേജ് അള്ളാഹ്ക്ക് വേണ്ടി ഓതുക. 100-200 പേജ് ആളുകളുടെ വാറോലകൾ വായിച്ചു തീർക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാമിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം? പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടായി പോകും, പിശാച് തട്ടിയെടുത്തു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാവിധ ശർറും നമ്മൾ കാത്തുരക്ഷിക്കട്ടെ.